നമസ്കാരം. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ചാപ്റ്റർ 7 ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് അഥവാ DC എന്താണെന്ന് നിങ്ങൾക്കറിയാം. ടൈം മാറുന്നതിനനുസരിച്ച് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാത്ത കറണ്ടിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് കറണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കാം, അതല്ലെങ്കിൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് ഡയറക്ഷനിലായിരിക്കാം. അതല്ലാതെ ടൈം മാറുന്നതിനനുസരിച്ച് പോസിറ്റീവ് ഡയറക്ഷനിൽ നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്കോ അതല്ലെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ നിന്ന് പോസിറ്റീവിലേക്കോ ഓൾട്ടർനേറ്റ് ചെയ്യുന്നില്ല. അത്തരം കറണ്ടിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. എന്നാൽ നാം വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന മിക്കവാറും ഇലക്ട്രിക്കൽ ഡിവൈസസും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. അതിന് കാരണം നമ്മുടെ ഇലക്ട്രിക് മീൻസ് സപ്ലൈ ചെയ്യുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാൽ എന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ? ഓൾട്ടർനേറ്റിംഗ് ആണ്. അതായത് കറണ്ട് ടൈം മാറുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു സൈൻ ഫംഗ്ഷൻ എങ്ങനെയാണോ വാരി ചെയ്യുന്നത് അതുപോലെയാണ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് AC വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടോ ഒരു സൈനുസോയിഡൽ വേവ് പോലെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു AC ജനറേറ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഒരു AC വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനാണ് AC ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന AC വോൾട്ടേജിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. ഒരു AC വോൾട്ടേജ് സൈനുസോയിഡൽ വേവ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് V = Vm sin ωt എന്നാണ്. ഈ ഇക്വേഷനിൽ ഓരോ സമയത്തും സൈൻ വേവിൻ്റെ വാല്യൂ വാരി ചെയ്യുന്നത് പോലെ വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് നൽകുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജാണ്. അപ്പോൾ അതുകൊണ്ട് V = Vm sin ωt എന്നത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണെന്ന് പറയാം. ഇവിടെ Vm എന്നത് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ്. അതിനെ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒമേഗ എന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ = 2πf ആണ്. അതിൽ F എന്നത് ഫ്രീക്വൻസി ഓഫ് AC ആണ്, ACയുടെ ഫ്രീക്വൻസി. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന AC ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 50 Hz ആണ്. അപ്പോൾ നമുക്ക് ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാം. ഒമേഗ = 2πf, ദാറ്റ് ഈസ് 2π × 50, ദാറ്റ് ഈസ് 100π റേഡിയൻ ആണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ACയുടെ ഫ്രീക്വൻസി 50 Hz ആണ്. എന്നാൽ അതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി വരുന്നത് 100π റേഡിയൻ ആണ്. അപ്പോൾ ഫ്രീക്വൻസിയും ആംഗുലർ ഫ്രീക്വൻസിയും ഒന്നാണെന്ന് ധരിക്കരുത്, രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ AC കറണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ AC സർക്യൂട്ട്സ് ആണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട്, അതായത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. ഒരു AC വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ വാല്യൂ Vm sin ωt ആണ്. അതൊരു റെസിസ്റ്ററിന് അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് എന്താണെന്ന് നമുക്ക് ഡിറൈവ് ചെയ്യണം. അതിനാദ്യം ഈ സർക്യൂട്ടിൽ നമുക്ക് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ, ദ ആൾജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ടിലെ ആ ക്ലോസ്ഡ് ലൂപ്പിൽ വരുന്നത് ഒരു AC വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്ററുമാണുള്ളത്. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ പൊട്ടൻഷ്യൽ വരുന്നത് Vm sin ωt ആണ്. ഇനി റെസിസ്റ്ററിന് അക്രോസ് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓംസ് ലോ അനുസരിച്ച് V = IR ആണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന AC ഒരു ടൈം വേരിയിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ക്ലോസ്ഡ് ലൂപ്പിൻ്റെ ആ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണെന്ന് കരുതുക.
ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാൻ നമുക്കൊരു ക്ലോസ്ഡ് പാത്ത്, ഒരു ഡയറക്ഷൻ വേണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ, ക്ലോസ്ഡ് ലൂപ്പും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പോൾ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് വരുന്നത് ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്കാണ്. ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ IRൻ്റെ വാല്യൂ നമുക്ക് നെഗറ്റീവ് സൈനിട്ട് കാണിക്കാം. നമുക്ക് കിർച്ചോഫിൻ്റെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. VM sin omega t minus IR is equal to 0. Then VM sin omega t is equal to IR. നമുക്കിവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത് I is equal to VM by R sin omega t. അവിടെ VM by R എന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. VM എന്നത് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, പീക്ക് വാല്യൂ ആണ്. R എന്നത് നമ്മൾ കണക്ട് ചെയ്ത റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് VM by R ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് VM by Rനെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഈസ് I is equal to IM sin omega t. ഇവിടെ IMൻ്റെ വാല്യൂ വരുന്നത് VM by R ആണ്. IM എന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്, അതല്ലെങ്കിൽ കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ AC വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്തു. VM sin omega t ആണ് അപ്ലൈ ചെയ്തത്. ആ സമയത്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് I is equal to IM sin omega t. നമുക്കിനി ഈ വോൾട്ടേജും കറണ്ടും ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ആദ്യം വോൾട്ടേജിൻ്റെ ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. വോൾട്ടേജിൻ്റെ ഗ്രാഫ് ലഭിക്കുന്നത് ഇപ്രകാരമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക് വാല്യൂ വരുന്നത് VM ആണ്, അതായത് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഒരു സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു വേവ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതേ ഗ്രാഫിൽ തന്നെ നമുക്ക് കറണ്ടും വരച്ച് നോക്കാം. കറണ്ടിൻ്റെ വാരിയേഷൻ വരയ്ക്കാം. ഇപ്രകാരമാണ് കറണ്ടിൻ്റെ വാരിയേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പീക്ക് വാല്യൂ വരുന്നത് IM ആണ്, കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് IM. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്. അതിന് കാരണം കറണ്ടിൻ്റെ പീക്ക് വാല്യൂ IM is equal to VM by R ആണ്. വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കറണ്ടിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ വോൾട്ടേജിൻ്റേതിനേക്കാളും കുറവായിരിക്കും. ഇനി ഈ ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ വോൾട്ടേജും കറണ്ടും മാക്സിമം വാല്യൂവിൽ എത്തുന്നത് ഒരേ ടൈമിലാണ്. അതുപോലെ വോൾട്ടേജും കറണ്ടും 0 വാല്യൂവിൽ വരുന്നതും ഒരേ സമയത്താണ്. മിനിമം വാല്യൂവിൽ വരുന്നതും ഒരേ സമയത്ത് തന്നെ. ദാറ്റ് ഈസ് ദ മിനിമ, 0 ആൻഡ് മാക്സിമ ഒക്കർ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് മാക്സിമ, മിനിമ ആൻഡ് 0 വരുന്നു. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഇൻ എ പ്യുവർ റെസിസ്റ്റർ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ ഫേസ്. ഒരേ ഫേസിലാണ്. വോൾട്ടേജിനും കറണ്ടിനും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ടാണ് മിനിമയും മാക്സിമയും 0യും എല്ലാം നമുക്ക് ഒരേ ടൈമിൽ തന്നെ ലഭിച്ചത്. ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആണ്. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ V is equal to VM sin omega t ആണ്. കറണ്ടിൻ്റെ ഇക്വേഷൻ I is equal to IM sin omega t. വോൾട്ടേജിലെ ഫേസ് വാല്യൂ വരുന്നത് ഒമേഗ ടി ആണ്. കറണ്ട് നോക്കിയാലും അവിടെയും ഫേസ് വാല്യൂ വരുന്നത് ഒമേഗ ടി ആണ്. അതായത് രണ്ടും ഒരേ ഫേസിൽ തന്നെയാണ്. ഒരു റെസിസ്റ്ററിന് അക്രോസ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതിന് ശേഷം നമ്മൾ ഇനി ഒരു ഇൻഡക്ടറിന് അക്രോസ് AC അപ്ലൈ ചെയ്യും. ദെൻ കപ്പാസിറ്ററിന് അക്രോസ്, അത് കഴിഞ്ഞാൽ LCR സർക്യൂട്ടിന് അക്രോസും AC വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കില്ല നമുക്ക് ലഭിക്കുക. വോൾട്ടേജിനും കറണ്ടിനും ഇടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ച് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് വോൾട്ടേജിനെയും കറണ്ടിനെയും റൊട്ടേറ്റിംഗ് വെക്റ്റേഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റിംഗ് വെക്റ്റേഴ്സിനെയാണ് ഫേസേഴ്സ് എന്ന് വിളിക്കുന്നത്. എ ഫേസർ ഈസ് എ വെക്റ്റർ which rotates about the origin with angular speed
ഒമേഗ. എ സിയുടെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയാണ്. അതേ സെയിം ആംഗുലർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്റ്ററാണ് ഫേസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 360 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ 2π റേഡിയൻ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആംഗുലർ സ്പീഡ് ഒമേഗ വരുന്ന ഒരു വെക്റ്റർ. ഒരു എ സി വോൾട്ടേജ് ഫേസർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു എ സി വോൾട്ടേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിലൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, ആ ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ആണ് Vm sin ഒമേഗ ടി. അതേ ഇൻസ്റ്റൻറ്റിലെ ഫേസറാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ ഫേസർ നോക്കിയാൽ കാണാം വോൾട്ടേജിൻ്റെ ഫേസ് ഒമേഗ ടി ആണ്. അതേ ഫേസ് തന്നെയാണ് ഈ ഫേസർ 0 ഒറിജിനലിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്ത ആംഗിളായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒമേഗ ടി എന്ന ഫേസ് വോൾട്ടേജിൻ്റെ ഫേസ് വാല്യൂ ആണ്. ഇവിടെ ഫേസർ റൊട്ടേറ്റ് ചെയ്ത ആ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒമേഗ ടി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫേസർ ആ വെക്റ്ററിൻ്റെ ലെങ്ത്ത് നോക്കാം. ആ വെക്റ്ററിൻ്റെ ലെങ്ത്ത് Vm ആണ്. അതായത് എ സി വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ വെക്റ്ററിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അതല്ലെങ്കിൽ വൈ ആക്സിസിലെ പ്രൊജക്ഷൻ നോക്കാം. വൈ ആക്സിസിലെ പ്രൊജക്ഷൻ എന്നത് Vm sin ഒമേഗ ടി ആണ്. അതായത് വോൾട്ടേജിൻ്റെ ആ ഇൻസ്റ്റൻറ്റിലെ വാല്യൂ, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്. അപ്പോൾ ഒരു ഫേസർ നമ്മൾ വരച്ചാൽ ആ ഫേസറിൽ നിന്ന് അത് ഒമേഗ ടി അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് ഏതാണെന്ന് മനസ്സിലാക്കാം. വോൾട്ടേജിൻ്റെ ഫേസ് ഒമേഗ ടി എന്ന് മനസ്സിലാക്കാം. ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത്ത് ആ വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഈക്വലാണ്. ഈ വെക്റ്ററിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ വൈ ആക്സിസിലെ പ്രൊജക്ഷൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനെ തരുന്നു. അതായത് Vm sin ഒമേഗ ടി. ഇനി നമുക്ക് മറ്റൊരു ഇൻസ്റ്റൻറ്റ് നോക്കാം. ആ ഇൻസ്റ്റൻറ്റിൽ വോൾട്ടേജ് വാരി ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഫേസർ വരച്ചു. അപ്പോൾ നോക്കിയാൽ കാണാം ആ ഫേസർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തത്. അത് വീണ്ടും ടൈം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റൊട്ടേഷൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തു. വീണ്ടും മറ്റൊരു ഇൻസ്റ്റൻറ്റ് വോൾട്ടേജിൻ്റെ നോക്കാം. ആ സമയത്ത് വീണ്ടും നമ്മൾ ഫേസർ വരച്ചു. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റ് മാറി മാറി വരുന്നു. ആ സമയത്ത് ഫേസർ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ എ സി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫേസർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് വെക്റ്റർ 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ എ സിയുടെ ആംഗുലർ ഫ്രീക്വൻസിയാണ് ഒമേഗ. അതേ ആംഗുലർ സ്പീഡ് ഒമേഗയോട് കൂടിയാണ് ഈ ഫേസർ എന്ന ഈ റൊട്ടേറ്റിംഗ് വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒമേഗ ആംഗുലർ സ്പീഡോട് കൂടി 2π റേഡിയൻ അല്ലെങ്കിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്റ്ററാണ് ഫേസർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എ സി വോൾട്ടേജ് ഫേസർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. നമുക്കിനി റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ട് നമ്മൾക്ക് ഇക്വേഷൻ കിട്ടി. അതായത് Vm sin ഒമേഗ ടി ആണ് വോൾട്ടേജ്, കറണ്ട് ലഭിച്ചത് Im sin ഒമേഗ ടി. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണിത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ നമുക്ക് ഫേസർ ഫോമിലേക്ക് മാറ്റി വരയ്ക്കാം. ആദ്യം വോൾട്ടേജിൻ്റെ ഫേസർ വരച്ച് നോക്കാം. വോൾട്ടേജിൻ്റെ ഫേസർ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് Vm sin ഒമേഗ ടിയുടെ ആംപ്ലിറ്റ്യൂഡ് അതായത് Vm ആണ്. ഇവിടെ V എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഫേസർ വോൾട്ടേജിൻ്റെ ആ വെക്റ്റർ ആ ഫേസറാണ് V. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് Vm ആയിരിക്കും, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്. ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് Vm sin ഒമേഗ ടി ആണ്. അതായത് ആ ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജിൻ്റെ വാല്യൂ. ഇനി നമുക്ക് കറണ്ടിൻ്റെ ഫേസർ വരച്ച് നോക്കാം. കറണ്ടിൻ്റെ ഫേസറാണ് I എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ വെക്റ്ററിൻ്റെ ലെങ്ത്ത് വരുന്നത് Im ആയിരിക്കും. അതായത് ആ കറണ്ടിൻ്റെ പീക്ക് വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് Im sin ഒമേഗ ടി ആണ്. ഇവിടെ വോൾട്ടേജിൻ്റെ റൊട്ടേഷൻ വരുന്നത് ഒറിജിനലിൽ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ഒമേഗ ടി ആണ്. കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെയും റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ വരുന്നത് ഒമേഗ ടി തന്നെയാണ്. അതായത് രണ്ട് വെക്റ്റേഴ്സും ഒരേ ലൈനിലാണ്, രണ്ട് വെക്റ്റേഴ്സും ഒരേ ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വോൾട്ടേജും കറണ്ടും സെയിം ഫേസിലാണ്. ഇനി ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ
വോൾട്ടേജ് വെക്റ്റർ വിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്, കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവാണ്. അതായത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂവിനേക്കാളും കുറവായിരിക്കും. അത് നമ്മൾ നേരത്തെ കണ്ടു. IM is equal to VM/R ആണ്. അപ്പോൾ ഒരു ഫേസറിൽ നിന്ന് നമുക്ക് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ഫേസ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു റെസിസ്റ്ററിന് അക്രോസ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പവർ ഡിസിപ്പേഷൻ എത്രയാണെന്ന് നോക്കാം. പവറിൻ്റെ ഇക്വേഷൻ വരുന്നത് P is equal to I² R ആണ്. ഇവിടെ ഐയുടെ വാല്യൂ I is equal to IM sin omega t ആണ് നമുക്ക് ലഭിച്ചത്. ആ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P is equal to IM² sin² omega t into R. അതായത് P is equal to IM² R sin² omega t. ഇവിടെ കറണ്ട് ഓരോ ഇൻസ്റ്റൻറ്റിലും വാരി ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻസ്റ്റൻറ്റിലെയും പവറിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പവറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ പവർ ഡിസിപ്പേഷൻ പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സൈക്കിളിലെ ഒരു കംപ്ലീറ്റ് സൈക്കിളിലെ പവർ ഡിസിപ്പേഷൻ പറയണം. അതായത് പവറിൻ്റെ ആവറേജ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആവറേജ് പവർ ഇസ് ഈക്വൽ ടു IM² R sin² omega t. അതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ആംഗുലർ ബ്രാക്കറ്റ് കാണിച്ചിരിക്കുന്നത് ആ ബ്രാക്കറ്റിന് ഇൻസൈഡിലുള്ള ക്വാണ്ടിറ്റിയുടെ ആവറേജിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഈ ആംഗുലർ ബ്രാക്കറ്റിനകത്ത് നോക്കിയാൽ IM² R എന്നുള്ള ടേം, ആ ടേം ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ്. IM എന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്, R എന്നത് നമ്മൾ കണക്ട് ചെയ്ത ആ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് അതിന് വേരിയേഷൻ വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. അത് നമുക്ക് ആവറേജ് കാണേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആംഗുലർ ബ്രാക്കറ്റിൻ്റെ ഔട്ട്സൈഡിലേക്ക് നമുക്ക് മാറ്റി എഴുതാം IM² R. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത് ആവറേജ് വാല്യൂ ഓഫ് പവർ ഇസ് ഈക്വൽ ടു IM² R ഇൻറ്റു ആവറേജ് വാല്യൂ ഓഫ് sin² omega t. ഈ sin² omega tയുടെ ആവറേജ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമ്മൾ മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് sin² omega tയുടെ വാല്യൂ എങ്ങനെയാണെന്ന് നോക്കാം. സൈൻ തീറ്റയുടെ ഗ്രാഫാണിത്. ഈ ഗ്രാഫിൽ സൈൻ തീറ്റയുടെ വാല്യൂ +1നും -1നും ഇടയിലാണ് വാരി ചെയ്യുന്നത്. ഇതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ നോക്കിയാൽ പോസിറ്റീവ് വാല്യൂസിന് ഈക്വലായിട്ട് താഴെ നെഗറ്റീവ് വാല്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ക്യാൻസൽ ചെയ്യുന്നു. ഇതിൻ്റെ ആവറേജ് വരുന്നത് +1നും -1നും ഇൻ ബിറ്റ്വീൻ, അതായത് 0 ആണ് വരുന്നത്. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് സൈൻ തീറ്റ ഗ്രാഫിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആണ്. ആവറേജ് ഓഫ് സൈൻ തീറ്റ ഈസ് 0. ഈ സൈൻ തീറ്റയെ നമുക്കിനി സ്ക്വയർ ചെയ്യാം. sin² തീറ്റ ലഭിക്കും. അങ്ങനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് സൈനിൻ്റെ നെഗറ്റീവ് വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറുന്നു. മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റീവ് പോർഷൻസ് എല്ലാം പോസിറ്റീവ് പോർഷൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് sin² തീറ്റയുടെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ sin² തീറ്റയുടെ ഗ്രാഫാണിത്. ഈ ഗ്രാഫിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നില്ല. നെഗറ്റീവ് വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്തപ്പോൾ പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അങ്ങനെ തന്നെ പോസിറ്റീവ് പാർട്ടിലേക്ക് മാറി. ഇവിടെ നോക്കിയാൽ അതിലെ പീക്ക് വാല്യൂ, മാക്സിമം വാല്യൂ വരുന്നത് 1 ആണ്, മിനിമം വാല്യൂ വരുന്നത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 0, 1ൻ്റെയും 0യുടെയും മിഡിലായിരിക്കും, അതായത് 0.5 ആയിരിക്കും. അപ്പോൾ sin² തീറ്റയുടെ ആവറേജ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0.5 എന്ന് ലഭിച്ചു. ദാറ്റ് ഈസ് 1/2. അപ്പോൾ അതുകൊണ്ട് sin² omega tയുടെ വാല്യൂ നമുക്ക് 1/2 എന്ന് തന്നെ ലഭിക്കുന്നു. sin² omega tയുടെ വാല്യൂ ഗ്രാഫിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇനി ആവറേജ് പവറിൻ്റെ ഇക്വേഷനിൽ sin² omega tയുടെ ആവറേജിൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ആവറേജ് പവർ P is equal to half IM² R. അപ്പോൾ ആവറേജ് പവർ ഡിസിപ്പേഷൻ വരുന്നത് ഒരു റെസിസ്റ്ററിന് അക്രോസ് AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആവറേജ് പവർ ഡിസിപ്പേഷൻ P is equal to half IM² R. ഒരു റെസിസ്റ്ററിന് അക്രോസ് AC പവർ ഡിസിപ്പേഷൻ P is equal to half IM² R ആണെന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു.
ഡി സി പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡി സി പവറിൽ വരുന്നത് ഐ സ്ക്വയർ എന്ന ടേമാണ്, എ സി പവറിൽ വരുന്നത് ഹാഫ് ഐ എം സ്ക്വയർ ആണ്. അപ്പോൾ ഡി സി പവർ എക്സ്പ്രസ് ചെയ്യുന്ന അതേ ഫോമിൽ തന്നെ എ സി പവറും എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പുതിയ കറണ്ട് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ആ കറണ്ടാണ് ആർ എം എസ് കറണ്ട് അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ കറണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇഫക്റ്റീവ് കറണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആർ എം എസ് കറണ്ടിൻ്റെ ആവശ്യം വരുന്നതെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഓരോ ടൈമിലും കറണ്ടിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സൈൻ വേവ് വാരി ചെയ്യുന്ന പോലെയാണ് ഐ എം സൈൻ ഒമേഗ ടി വാരി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ആവറേജ് എടുത്താൽ കറണ്ടിൻ്റെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. ആവറേജ് വാല്യൂ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആർ എം എസ് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് എ സി കറണ്ട്. അതായത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിനെ ആദ്യം സ്ക്വയർ ചെയ്യുന്നു, ദാറ്റ് ഈസ് ഐ സ്ക്വയർ. അതിനുശേഷം അതിൻ്റെ മീൻ കണ്ടുപിടിക്കുന്നു. മീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് ആണ്. അപ്പോൾ ഐ സ്ക്വയറിനെ പിന്നീട് ആവറേജ് കാണാണ്. അങ്ങനെ ചെയ്തത് അല്ലാതെ നമ്മൾ ആവറേജ് കണ്ടാൽ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ക്യാൻസൽ ചെയ്ത് 0 ആകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആദ്യം ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടിനെ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂസ് എല്ലാം സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് മാറും. സ്ക്വയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നത് അതിൻ്റെ റൂട്ടാണ്. ആവറേജ് വാല്യൂ ഓഫ് ഐ സ്ക്വയറിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നു. ഈ ഒരു മെത്തേഡാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ കാണുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. റൂട്ട് മീൻ സ്ക്വയർ ആദ്യം നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, പിന്നീട് മീൻ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം അതിൻ്റെ റൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആർ എം എസ് കറണ്ട് എന്താണെന്ന് നമ്മൾ കണ്ടു. ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. ഈ ഇക്വേഷനിൽ നമുക്കിനി ഐയുടെ വാല്യൂ ഐ എം സൈൻ ഒമേഗ ടി ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ആവറേജ് ഓഫ് ഐ എം സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇവിടെ ഐ എം എന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിൻ്റെ ആവറേജ് കാണേണ്ട ആവശ്യമില്ല. കോൺസ്റ്റൻറ്റിന് ചേഞ്ച് സംഭവിക്കാത്തത് കൊണ്ട് അത് നമുക്ക് ആംഗുലർ ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുക്കാം. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ നമുക്ക് ഐ എം എന്ന് ലഭിക്കുന്നു. അപ്പോൾ ഐ ആർ എം എസിൻ്റെ വാല്യൂ വരുന്നത് ഐ എം ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി. സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ ആവറേജ് വാല്യൂ നേരത്തെ തന്നെ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇപ്പോൾ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ എം ഇൻറ്റു 1/√2. ദാറ്റ് ഈസ് ഐ ആർ എം എസ് ഇസ് ഈക്വൽ ടു ഐ എം ബൈ √2. ഇപ്പോൾ പീക്ക് വാല്യൂ ആണ് ഐ എം. ആ പീക്ക് വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആർ എം എസ് വാല്യൂ ഓഫ് കറണ്ട് ലഭിക്കുന്നു. ഇവിടെ 1/√2ൻ്റെ വാല്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.707 എന്നാണ്. സോ ഐ ആർ എം എസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 0.707 ഐ എം. ഒരു റെസിസ്റ്ററിന് അക്രോസ് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ പവർ ഡിസിപ്പേഷൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചു. ആവറേജ് പവർ പി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ എം സ്ക്വയർ ആർ എന്നാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ ഡി സി പവറിൻ്റെ അതേ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ ആർ എം എസ് കറണ്ട് ഡിഫൈൻ ചെയ്തത്. ആ ആർ എം എസ് കറണ്ടിൻ്റെ വാല്യൂ വരുന്നത് IM/√2 ആണ്. അപ്പോൾ നമുക്ക് ഈ പവറിൻ്റെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. IRMS കറണ്ടിൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി അതിനെ ഒന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് ഒന്ന് മാറ്റി എഴുതി IM/√2 ഹോൾ സ്ക്വയർ ഇൻറ്റു R. IM/√2നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് IM²/2 എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം എഴുതിയ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയേ ഉള്ളൂ. ഇപ്പോൾ ബ്രാക്കറ്റിനകത്തെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ IM/√2 അത് IRMS വാല്യൂ ആണ്, കറണ്ടിൻ്റെ RMS വാല്യൂ ആണ്. നമുക്ക് ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആവറേജ് പവർ P is equal to IRMS² ഇൻറ്റു R. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഡി സി പവറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫോമിൽ തന്നെ ലഭിച്ചു. P is equal to I²R ആണ് ഡി സി പവർ. ഇനി എ സിയിലെ ആവറേജ് പവർ ഡെസിപ്പേഷൻ വരുന്നത് IRMS²R. അപ്പോൾ ഇവിടെ IRMS എന്നത് ഡി സി കറണ്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ടാണ്. RMS current is the equivalent DC current that would produce
the same average power loss as the alternating current. അതായത് ഒരു റെസിസ്റ്ററിന് അക്രോസ് ഒരു എ സി കറണ്ട് പാസ് ചെയ്തപ്പോൾ എത്രത്തോളം പവർ ഡിസിപ്പേഷൻ ആണ് ആ റെസിസ്റ്ററിനകത്ത് ഉണ്ടായത്, അതേ സെയിം പവർ ഡിസിപ്പേഷൻ അതേ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാക്കണമെങ്കിൽ എത്രത്തോളം ഡി സി കറണ്ട് നമ്മൾ ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യിക്കണം. ആ ഡി സി കറണ്ടിൻ്റെ വാല്യൂവിനെയാണ് ആർ എം എസ് കറണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എം എസ് കറണ്ട് ഡിഫൈൻ ചെയ്ത അതേപോലെ തന്നെ നമുക്ക് ആർ എം എസ് വോൾട്ടേജും ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2, ദാറ്റ്സ് ഈക്വൽ ടു 0.707 IM. നമ്മുടെ വീടുകളിലെ എ സി സപ്ലൈ വരുന്നത് 220 വോൾട്ടാണ്. ഈ 220 വോൾട്ട് എന്നത് ആക്ച്വലി അതിൻ്റെ ആർ എം എസ് വാല്യൂവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വി ആർ എം എസ് ഇസ് ഈക്വൽ ടു 220 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പീക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. വി ആർ എം എസ് ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ വി എം ഇസ് ഈക്വൽ ടു റൂട്ട് 2 വി ആർ എം എസ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.414 ഇൻറ്റു 220, ദാറ്റ് ഈസ് 311 വോൾട്ട്. 220 വോൾട്ട് എ സി സപ്ലൈ വരുമ്പോൾ അതിൻ്റെ പീക്ക് വാല്യൂ വരുന്നത് 311 വോൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സെയിം 220 വോൾട്ട് എ സി ആൻഡ് ഡി സി തന്നാൽ അതിൽ വിച്ച് ഈസ് മോർ ഡേഞ്ചറസ്, 220 വോൾട്ട് എ സി ഓർ 220 വോൾട്ട് ഡി സി. 220 വോൾട്ട് ഡി സി എന്ന് പറയുമ്പോൾ അത് എപ്പോഴും 220 വോൾട്ട് തന്നെയാണ്. അതേസമയം 220 വോൾട്ട് എ സി എന്ന് പറയുമ്പോൾ ചില ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വാല്യൂ 311 വോൾട്ട് വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എ ഷോക്ക് ഫ്രം 220 വോൾട്ട് എ സി ഈസ് മോർ ഡേഞ്ചറസ് ദാൻ 220 വോൾട്ട് ഡി സി. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഓർത്ത് നോക്കാം. ആദ്യം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു റെസിസ്റ്ററിന് അക്രോസ് എ സി വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അവിടെ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണെന്ന് നമ്മൾ കണ്ടു. അത് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. പിന്നീട് ഒരു പുതിയ മെത്തേഡ് ഫേസർ റെപ്രസെൻറ്റേഷന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് പവർ ഡിസിപ്പേഷൻ റെസിസ്റ്ററിലെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഡി സി ഫോമിൽ തന്നെ പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ കറണ്ട്, അതായത് ആർ എം എസ് കറണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ആർ എം എസ് വോൾട്ടേജും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട് ഒരു അസൈൻമെൻറ്റ് തരുന്നു. A 100 ohm resistor is connected to a 220 volt 50 Hz AC supply. What is the RMS value of current in the circuit? Then what is the net power consumed over a full cycle? ഇവിടെ എ സിയുടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രോബ്ലത്തിൽ ഉപയോഗിച്ചാൽ മതി. അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്ത് നോക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കൂടുതൽ എ സി സർക്യൂട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.